സപ്തകാംഗികസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം കലിമുല ഗണപതി ഭഗവാനേ കലിമുല ഗണപതി ഭഗവാനേ കലിമുല ഗണപതി ഭഗവാനേ നിൻ മുന്നിലിന്നിതാ കുമ്പിടുന്നടിയങ്ങൾ ഞങ്ങളിലാൻ പോടുകയേ ഹരികന്യതയ്ക്കുടയതമ്പിയോട് കളിയാടിടുന്നൊരു കുടയോനെ ഹരികന്യതയ്ക്കുടയതമ്പിയോട് കളിയാടിടുന്നൊരു കുടയോനെ കലിമുല ഗണപതി ഭഗവാനേ കലിമുല ഗണപതി ഭഗവാനേ ഭഗവാനേ അമ്പലക്കടവിലമ്മയുടെയും കലിയുഗവരതനായ അയ്യപ്പസ്വാമിയുടെയും ശ്രീ മഹാഗണപതിയുടെയും തൃപാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടും സമസ്ത സജ്ജനങ്ങളുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശ്രിതവത്സലയായി അനാഥരക്ഷകയായി ആപത് ബാന്ധവയായി അനവരതം അനുഗ്രഹാശംസകൾ ചൊരിഞ്ഞുകൊണ്ട് ശ്രീലകത്ത് വിരാജിക്കുന്ന പൊന്നക്കുടം ശ്രീ ഭഗവതിയുടെ തിരുമുമ്പിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടും ശാസ്താംകാവ് ക്ഷേത്രകലാവേദിയുടെ ഹരികഥ ആരംഭിക്കുന്നു. കഥ ഭക്തിയും വിഭക്തിയും. ഭക്തിയിൽ ചാലിച്ച കഥ പറയാ ഭക്തപരായണതൻ കഥ പറയാ 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 കണ്ണീരിൽ നനവുള്ള കഥ പറയാ കണ്ണീരിൽ നനവുള്ള കഥ പറയാ കവിത തുളുമ്പുന്ന കഥ പറയാ കവിത തുളുമ്പുന്ന കഥ പറയാ ഹരി കഥ പറയാ ഹരി കഥ പറയാ കഥ പറയാം ഹരികഥ പറയാം കഥ പറയാ ഹരി കഥ പറയാ കഥ പറയാ ഹരി കഥ പറയാ കഥ പറയാ കഥ പറയാ ഹരി കഥ പറയാ. കഥയിലേക്ക് കടക്കും മുമ്പ് ഹരികഥയെ പറ്റി രണ്ടു വാക്ക്. ഒരു കാലത്ത് നമ്മുടെ അമ്പലമുറ്റങ്ങളിൽ വളരെ സജീവമായിരുന്ന ഒരു കലാരൂപമായിരുന്നു ഹരികഥ. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അത് വിസ്മൃതിയിലാണ്ടുപോയി. ഭഗവത് കഥകൾ അഥവാ ഭാഗവത കഥകൾ നാമസങ്കീർത്തനത്തിൻ്റെ അകമ്പടിയോടുകൂടി പാടി അവതരിപ്പിക്കുന്നതാണ് ഹരികഥയുടെ സമ്പ്രദായം. അതുകൊണ്ട് തന്നെ ഇത് കേവലമായ ഒരു ആസ്വാദനത്തിനുള്ള കലാരൂപമല്ല, മറിച്ച് ഭഗവത് ആരാധനാ സമ്പ്രദായം തന്നെയാണ്. നാമസങ്കീർത്തന വേളയിൽ എല്ലാ സജ്ജനങ്ങളും ഭക്തിപൂർവം ആ നാമസങ്കീർത്തനത്തിൽ പങ്കാളികളാകണമെന്ന് ഭഗവത് നാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഭക്തിയിൽ നാമജപത്താൽ മുഴുകണം പുണ്യമാവി കഥ കേട്ടിടേണം. ഭക്തിയിൽ നാമജപത്താൽ മുഴുകണം പുണ്യമാവി കഥ കേട്ടിടേണം. സർവരും ചൊല്ലേണം നാമസങ്കീർത്തനം
നാമസങ്കീർത്തനം സർവരും പാടി സ്തുതിച്ചിടേണം. സർവരും ചൊല്ലേണം നാമസങ്കീർത്തനം സർവരും പാടി സ്തുതിച്ചിടേണം. ഭക്തിയിൽ നാമജപത്താൽ മുഴുകണം, പുണ്യമാമി കഥ കേട്ടിടേണം. പരമപവിത്രമായ പൊന്നക്കുടം ശ്രീ ഭഗവതിയുടെ തിരുസന്നിധി സമയം ഏതാണ്ട് 10 മണിയാകാറായിരിക്കുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, നമ്മളൊക്കെ തിരക്കുള്ളവരാണ്. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഒരു 7 മണി സമയത്താണ് നമ്മൾ സാധാരണ അവതരിപ്പിക്കുന്നത്. ഭക്തിപൂർവമായിട്ട് സജ്ജനങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്ന സമയം. എങ്കിലും ഞങ്ങൾ അധികം ദീർഘിക്കുന്നില്ല. ഒരു മണിക്കൂർ അതിലപ്പുറം നീട്ടിക്കൊണ്ട് പോകുകയില്ല. നമുക്കെല്ലാവർക്കും അറിയാം, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ബുദ്ധിമുട്ടാകും. ആ ഒരു മനോഭാവത്തോടു കൂടി എല്ലാ സജ്ജനങ്ങളും ഭക്തിപൂർവം ഈ പരിപാടി ആസ്വദിക്കണമെന്ന് ശ്രീ ഭഗവതിയുടെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഇതിന് വേണ്ടത് ഭക്തിപൂർവമായിട്ടുള്ള ഒരു സമർപ്പണ ബുദ്ധി മാത്രം മതി. ഭാവരാഗലയ താളങ്ങളൊന്നും വേണ്ട. വേണ്ടത് ഭഗവതിയിലുള്ള ഭഗവാനിലുള്ള ആ അചഞ്ചലമായ വിശ്വാസം, അതൊന്നു മാത്രം. അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. കൂട്ടത്തിൽ എല്ലാവരും പാടുമല്ലോ, ഒന്ന് ശ്രമിക്കാം എല്ലാവർക്കും കൂടി ഒന്ന് പാടാൻ. ഭക്തിയിൽ നാമജപത്താൽ മുഴുകണം, പുണ്യമാമി കഥ കേട്ടിടേണം. ഭക്തിയിൽ നാമജപത്താൽ മുഴുകണം, പുണ്യമാമി കഥ കേട്ടിടേണം. അപ്പൊ തയ്യാറാണല്ലോ എല്ലാവരും? ഒന്ന് നമുക്ക് കൂടാം. ഹരിനാരായണ 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 ശ്രീകൃഷ്ണ. ഹരിനാരായണ 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 ശ്രീകൃഷ്ണ. ഹരിനാരായണ 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 ശ്രീകൃഷ്ണ. ഹരിനാരായണ 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 ശ്രീകൃഷ്ണ. ഗുരുവായൂർ വാഴും രാധാവല്ലഭ കരുണവാരിജെ മുകിൽ വർണ്ണ മുരകര മധു മുരളി മാധവ മണിവർണ്ണ കണ്ണ ശ്രീകൃഷ്ണ. ഹരിനാരായണ 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 ശ്രീകൃഷ്ണ. ഹരിനാരായണ 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 ശ്രീകൃഷ്ണ. അങ്ങനെ ആനന്ദപൂർവം സന്തോഷപൂർവം ആ നാമസങ്കീർത്തനത്തിൽ പങ്കാളികളാകണം. കൂടുതലൊന്നും പറയുന്നില്ല, ഭഗവതിയോട് ഒരു പ്രാർത്ഥന മാത്രം. സാഹിത്യം തീരെയില്ല, എൻ്റെ അവസ്ഥയാണ്. ആ കഥകൾ പറയവേ സംശയം തീരുകില്ല, സംഗീതം തോന്നുകില്ല, ആ കവിതയുണരുവാൻ സംസ്കൃതം തീരെയില്ല. എന്നിട്ടും ഈ പുണ്യകഥകൾ പറയുവാൻ എത്തിയോരെൻ്റെ ഉള്ളിൽ വാക്കായി വാണിയായി വജസായി നീ തന്നെയെത്തൂ. അമ്മേ നമിക്കുന്നു ഞാൻ. അമ്മയാണെന്റെ അമ്മയാണ് പൊന്നമ്മയാണ് പരാശക്തി. ഭദ്രദീപമയുജ്വലിക്കുന്ന ഭദ്രകാളിയുമാണമ്മ. 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 ഭദ്രദീപമയുജ്വലിക്കുന്ന ഭദ്രകാളിയുമാണമ്മ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിപര. കലികാല ദുഃഖങ്ങളിൽപ്പെട്ടുഴലുന്ന സജ്ജനങ്ങൾക്ക് നാമസങ്കീർത്തനം എന്ന ഒറ്റമൂലിയിലൂടെ മോക്ഷപദപ്രാപ്തിയിലെത്തുന്നതിന് ഗുരുവും വായുവും ചേർന്ന് ആ വൈകുണ്ഠപുരം
ഭൂമിയിൽ പുനഃസൃഷ്ടിച്ചു. ആ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധി, ആ തിരുസന്നിധിയിലെ ഒരു ത്രിസന്ധ്യാസമയം. കണ്ണാകമല നയന കാർമുകിൽ വർണ്ണ നന്ദ മുകുന്ദ ഭാഗ്യമാ. കണ്ണാകമല നയന കാർമുകിൽ വർണ്ണ നന്ദ മുകുന്ദ ഭാഗ്യമാ. കണ്ണനിന്നു മമദണ്ഡമകറ്റുക കുണ്ടലങ്ങളണിയുന്ന മുരാരി. കണ്ണനിന്നു മമദണ്ഡമകറ്റുക കുണ്ടലങ്ങളണിയുന്ന മുരാരി. കണ്ണാകമല നയന കാർമുകിൽ വർണ്ണ നന്ദ മുകുന്ദ ഭാഗ്യമാ. ആ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിലെ ഒരു ത്രിസന്ധ്യാസമയം. 2 നാഴികയായി പശ്ചിമ ജലാശയക്കുണ്ടിലേക്കിറങ്ങിയിട്ട് ആകാശബന്ധൻ സൂര്യൻ. ഗഗനചാരിയായ സൂര്യഭഗവാൻ പടിഞ്ഞാറേ ചക്രവാളത്തിൽ തന്റെ യാത്രയെ അവസാനിപ്പിച്ചിട്ട് ഏതാനും നിമിഷങ്ങളേ ആയിട്ടുള്ളൂ. പശ്ചിമാപരത്തിൽ അസ്തമയ സൂര്യന്റെ അരുണകിരണങ്ങൾ ഇപ്പോഴും ദൃശ്യമാണ്. ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിൽ നിന്ന് അത്തപാടലാംബരയാകിയ സന്ധ്യാദേവിക്ക് പോകുവാൻ മടിയാണ്. ദേവിക്ക് പോകാൻ മടിയാണ് ആ അമ്പല പരിസരത്ത് നിന്നും. എന്താണ് ദേവിക്ക് ഇത്ര മടി? മറ്റൊന്നുമല്ല, ഇനി ഒരു പകലും രാത്രിയും കഴിഞ്ഞാൽ മാത്രമേ സായാഹ്ന സന്ധ്യാദേവിക്ക് അങ്ങോട്ട് പ്രവേശനമുള്ളൂ. നോക്കൂ, ഇത് തന്നെയല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ. ആ പവനപുരേശന്റെ തിരുസന്നിധിയിൽ എത്തിക്കഴിഞ്ഞാൽ തിരികെ ഇങ്ങോട്ട് വരാൻ തോന്നുകയില്ല. ഏതോ ഒരു അദൃശ്യ ശക്തി നമ്മെ ഹഠാത് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഇരുമ്പിന്റെ മുമ്പിൽ അകപ്പെട്ട കാന്തത്തിന്റെ അവസ്ഥ. ഗുരുവായൂരപ്പ, ശ്രീകൃഷ്ണ, കണ്ണ, എന്നാണ് ഇനി എനിക്ക് അങ്ങയുടെ ഈ തിരുസ്വരൂപമൊന്ന് കാണാൻ സാധിക്കുന്നത്? എന്നാണു ഞാനിനി കാണുന്നതെന്നാണ് നന്ദകുമാരന്റെ ദിവ്യരൂപം. എന്നാണ് എനിക്കതിനുള്ളോരനുഗ്രഹം, എന്നാണ് വീടുന്നു തന്നിരുന്നു. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സുന്ദരമാമുഖ മന്ദഹാസങ്ങളും ചന്ദ്രപ്രകാശവുമെന്നു കാണും. തങ്കപ്രഭ പോലെ മിന്നും കവിൾ തടം, തങ്കപ്രഭ പോലെ മിന്നും കവിൾ തടം, തങ്കജനേത്രവും എന്നു കാണും. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അതാ ഗോപുരവാതിലിന്റെ തൂണിന്മേൽ ചാരിയിരുന്നു കൊണ്ട് ഒരു അവധൂത സ്വാമി എല്ലാം മറന്ന് പാടുകയാണ്. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ 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 രാധാ ഗോവിന്ദ. ഗാനം പാടി പക്ഷി പാടും ഗാനമോദിയേതോ മന്ദം, വാനിൽ നിന്നു വീണു പോയോ രമ്പിളിക്കീരോ. തെനിലൂറു മാധുരിയോ മാനിനിയാകാതികരൻ, തെനിലൂറു മാധുരിയോ മാനിനിയാകാതികരൻ. നാനാലിരാതയാദ്രിയോ ജയാമോദിയോ. നാരായണ 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 രാധാ ഗോവിന്ദ. ആ അവധൂത സ്വാമിയുടെ കീർത്തനത്തിൽ ഭാവരാഗലയ താളങ്ങളൊന്നുമില്ല. ഉള്ളത് ഭഗവാനിലുള്ള അചഞ്ചലമായ വിശ്വാസം, ഭക്തി ഒന്നു മാത്രം. ആ ശ്രീമദ് ഭാഗവതത്തിൽ പ്രഹ്ലാദ സ്വാമി പറഞ്ഞു തരുന്ന ആ നവധാഭക്തി ഓർക്കുന്നുവോ? ശ്രവണം കീർത്തനം വിഷ്ണുർ സ്മരണം പദസേവനം
അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. തന്നെ തന്നെ ഭഗവാനായി സമർപ്പിച്ചുകൊണ്ടുള്ള ആത്മനിവേദനം. ആ ഭാവത്തോടുകൂടി ആ വധൂത സ്വാമി എല്ലാം മറന്ന് പാടുക. പ്രാരബ്ധത്തിൽ നൽകരുത്തും ഞൊടി കൊണ്ടു ചേരിക്കുന്ന ഗുരുവാകും ഗുരുവായൂരപ്പനോ ചൊല്ലൂ. പ്രണയ ശ്രീമാണി കുംഭം പൊട്ടിത്തെറിച്ചതാമൂല. പ്രണയ ശ്രീമാണി കുംഭം പൊട്ടിത്തെറിച്ചതാമൂല. പ്രണവത്തിൽ ദീപ്തി ചേരും ചാരു തേജസോ. നാരായണ 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 രാധാ ഗോവിന്ദ. സന്ധ്യാദീപാരാധനയ്ക്ക് ശേഷം ഭഗവാന്റെ തിരുനടയില് ആ വലിയ തിരക്കിന് ഒരു ശമനമായിരിക്കുന്നു. അതാ ഗോപുരവാതിൽ കടന്ന് അതീവ തേജസ്വിയായ ഒരു ശ്രേഷ്ഠ ബ്രാഹ്മണൻ കടന്നു വരികയാണ് പരിവാര സമേതം. തേജസ്വിയായൊരു ഭക്തോത്തമൻ